വോട്ട് ചെയ്തിരുന്ന നല്ലൊരു ജനവിഭാഗം ഇത്തവണ UDF വോട്ട് ചെയ്തു. അവരോടും ഞാൻ നന്ദി പറയുന്നു. ഇത് ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രമുണ്ടായ ഒരു വിജയമാണെന്ന് ഞാൻ കാണുന്നില്ല. ഈ വിജയത്തിന്റെ പിന്നിൽ ഏറ്റവും ശക്തമായി ഞങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ഈ നമ്മുടെ ഞങ്ങളെ നേതാക്കന്മാരെ മുഴുവൻ ഡൽഹിയിൽ വിളിച്ചു വരുത്തി ജയിക്കേണ്ടതിന്റെ ആവശ്യകത ചർച്ച ചെയ്ത് ഒരു ടീമായി, ഒരു ടീം UDF ആയി പ്രവർത്തിക്കാനും പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനും ഒക്കെ നേതൃത്വം ഞങ്ങൾക്ക് നൽകിയ ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെജിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ശ്രീമതി സോണിയാഗാന്ധിയുടെ അനുഗ്രഹവും ഉണ്ടായി. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ 5 ഗ്യാരണ്ടികളും സമയബന്ധിതമായി ഞങ്ങൾ പൂർത്തീകരിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളം മുഴുവൻ നടത്തിയ പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, വലിയ പ്രയോജനമുണ്ടായി. AICCയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഞങ്ങളുടെ ഒബ്സർവർമാരായി പ്രവർത്തിച്ച സച്ചിൻ പൈലറ്റ് അടക്കം, KJ ഗൌഡ് അടക്കം, കനയ്യകുമാർ അടക്കമുള്ള ആളുകൾ വലിയ തോതിൽ സഹായകരമായി ഒരു പോസിറ്റീവ് അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ പോസിറ്റീവ് അജണ്ടയെയും ഗ്യാരണ്ടിയെയും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. അല്ലാണ്ട് കേവലം പിണറായി വിജയൻ സർക്കാരിന്റെ ദുഷ്ചെയ്തികൾക്കെതിരായിട്ടുള്ള വിധിയെടുത്ത് മാത്രമല്ല, ഞങ്ങൾ മുന്നോട്ട് വെച്ച പോസിറ്റീവ് അജണ്ടയുടെ അംഗീകാരം കൂടിയാണ്. ഞാൻ ദീർഘമായ ഒരു പത്രസമ്മേളനം ഉദ്ദേശിക്കുന്നില്ല, എനിക്കിപ്പോ അതിന്റെ സമയമല്ല. കൂടുതൽ ചുമതലാബോധത്തോടെയും ഉത്തരവാദിത്ത ബോധത്തോടെയും UDF ഒരുമിച്ച് മുന്നോട്ട് പോകും. ജനാഭിലാഷങ്ങൾ, ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്ന് എല്ലാ നേതാക്കളും പ്രവർത്തകന്മാരും പ്രവർത്തിക്കും. ഈ വിജയത്തിൽ അഹങ്കരിക്കാനല്ല, ഈ വിജയത്തിൽ കൂടുതൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി KPCC UDF ഒക്കെ ചേർന്ന് വിജയത്തിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അന്ന് കൂടുതൽ കാര്യങ്ങൾ പറയാം. ഞങ്ങളെ സഹായിച്ച പ്രവർത്തക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞങ്ങളെ സഹായിച്ച കേരളത്തിലെ പത്രമാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ പത്രപ്രവർത്തകർ, ദൃശ്യമാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഓൺലൈൻ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാവരോടും പ്രവർത്തക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ നന്ദി കൂടി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുന്നു.